അസ്സലാമലൈക്കും. ഒരു തീരെ സുഖമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. റീനുവിന് തീരെ വയ്യ. അപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടോ ഈ കഫക്കെട്ട് പിടിച്ചിട്ട് കുട്ടിക്ക് മാറണേ ഇല്ല. അപ്പോൾ ഇന്നലെ രാത്രി ഒന്നും കുട്ടി ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. ഈ ചുമച്ച് ഛർദ്ദിക്കാൻ രാവിലെയൊക്കെ കുറച്ച് ഉഷാറുണ്ടാവും, പിന്നെ രാത്രിയാകുമ്പോൾ ചുമ വിടണേ ഇല്ല കേട്ടോ. മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, ചുമ വിടണേ ഇല്ല, ഈ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഉറങ്ങിയിട്ട് തന്നെയില്ല, കുട്ടി ഉറങ്ങിയിട്ടില്ല, ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ചുമച്ച് ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു രാവിലെ വരെ. പിന്നെ ഇതാ രാവിലെ ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കാച്ചിട്ട് ഞങ്ങൾ ഒരാഴ്ചയായിട്ടുള്ളൂ കാണിച്ച് പോയിട്ട്, പിന്നെ ഇത് ഒന്നും കൂടെ കാണിക്കാച്ചിട്ട് ഇങ്ങനെ വരിക കേട്ടോ. ഇനിയിപ്പോൾ അഡ്മിറ്റ് ആക്കാൻ പറയുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് വരികയാണ് കേട്ടോ. പിന്നെ ഡോക്ടർ ബുക്ക് ചെയ്ത് പിന്നെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതവിടെ വന്നിട്ടോ. അപ്പോൾ അതാ നല്ല തിരക്കുണ്ട് കേട്ടോ, നിറയെ കുട്ടികളാണ്, നല്ല തിരക്കുണ്ടെന്ന്. അപ്പം ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ. വെയിറ്റ് ചെയ്ത് നിന്ന് അവൻ്റെ പനിയും വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നിട്ടായിരുന്നു. പിന്നെ അവന് കുറേ അവിടുത്തെ വണ്ടികളും കൊണ്ട് കുറേ കളിച്ച്, പിന്നെ അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ ഡോക്ടറെ കാണിച്ച് പിന്നെ അതാ ആവി പിടിക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ ആവി പിടിച്ച്, നല്ല കഫമുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ആവി പിടിച്ച് പിന്നെ മരുന്നൊക്കെ മേടിച്ച് പിന്നെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആവി പിടിക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ അവിടെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട്, അവിടെ പിടിക്കാച്ചിട്ട് മരുന്നൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതവിടെ ഒരു ഇതുണ്ട്, കുട്ടി അമ്മയായിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ. അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് റീനുവിന്. എപ്പോഴും അത് ഒന്നങ്ങനെ കാണും, കുട്ടി അമ്മേനെ പറഞ്ഞിട്ട്. പിന്നെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങളിതാ നേരെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.